എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. 1600 രൂപയാണ് നമുക്ക് മാസം ലഭിക്കുന്നത്. പടിപടിയായി ഉയർത്തി 2500 രൂപ വരെ ആക്കുമെന്ന് പറഞ്ഞാണ് നമ്മുടെ സർക്കാർ അധികാരത്തിൽ കയറിയത്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ആ ഒരു കാര്യം സർക്കാരിനെ പാലിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, ഇടയ്ക്ക് പെൻഷന് മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് പ്രത്യേക പ്ലാനുകളൊക്കെ തയ്യാറാക്കി വിജയകരമായിട്ട് പെൻഷൻ വിതരണം ചെയ്തു വരികയാണ്. ഇപ്പോൾ ഇതാ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നു. നമുക്ക് ലഭിക്കേണ്ട പെൻഷൻ 1600 രൂപയിൽ നിന്ന് ഒരു വർധനവ് കൂടി സർക്കാർ ഉറപ്പു നൽകുകയാണ്. വരുന്ന സംസ്ഥാന ബജറ്റിൽ ഫെബ്രുവരി മാസം 7-ാം തീയതി നടക്കാൻ പോകുന്ന ബജറ്റിൽ ഇതിനെ സംബന്ധിച്ച് നിർണായക അറിയിപ്പുകൾ ഉണ്ടാകുമെന്ന സൂചനയൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല, 6000 രൂപയോളം കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശികയിൽ ഒരു ഗഡു ഇപ്രാവശ്യം തന്നെ നൽകുമെന്ന് പ്രധാന അറിയിപ്പ് വരികയാണ്. അത് ജനുവരിയിലോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസത്തിലോ തന്നെ ഒരു ഗഡു കൂടി നൽകി തീർക്കും. അതിനുശേഷം ബാക്കി ശേഷിക്കുന്ന ഗഡുക്കൾ നൽകുന്നത് 2025-26 സാമ്പത്തിക വർഷത്തിലായിരിക്കും. ആനുകൂല്യ മിനിമത്തിൽ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ നൽകുമെന്നും അതും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിൽ ലഭിക്കുന്നവർക്ക് അങ്ങനെയാണ് നൽകുക. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യമുണ്ട്. അതോടൊപ്പം തന്നെ വിധവകൾ ആയിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൽ ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അപ്പോൾ 1600 രൂപയിൽ നിന്നും ഒരു 100 രൂപയുടെ വർധനവാണ് എങ്കിൽ പോലും അതൊരു വലിയ സഹായം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിലവിൽ നമുക്കറിയാം ജീവിത ചെലവുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ആവശ്യ സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും.